അസ്സലാമു അലൈക്കും. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വഴിമാറുകയാണ്. ഇനി കളി മാറും. കാരണം ആ ഒരു സാഹചര്യത്തിലേക്കാണ് യുദ്ധം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഇരു രാഷ്ട്രങ്ങൾക്കും അവരുടേതായ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നുവെങ്കിൽ പോലും യുദ്ധത്തിലേക്ക് ആ രാജ്യങ്ങൾ നേരിട്ടിറങ്ങിയിട്ടില്ല. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന രാഷ്ട്രമായിരുന്നു അമേരിക്ക. ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വരികയും അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഇതുവരെയും യുദ്ധത്തിനായി നേരിട്ടിറങ്ങിയിട്ടില്ല. ഇസ്രായേലിന് എല്ലാ വിധത്തിലുമുള്ള പൂർണ്ണമായ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പല വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഈ യുദ്ധ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത് കുളം കര എന്ന് പറയുന്ന കളി പോലെയായിരുന്നു. അതായത് ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും, അതിനുശേഷം പിന്നീട് മറ്റൊന്ന് പറയും. അങ്ങനെ വാസ്തവവിരുദ്ധമായിക്കൊണ്ട് പല കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നൊന്ന് പറയുമ്പോൾ നേരം വെളുക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് മറ്റൊന്നായിരിക്കും. ഒരു സമയത്ത് പറയുന്നു ഇറാനെ ആക്രമിക്കുമെന്ന്, മറ്റൊരു സമയത്ത് പറയുന്നു ഇറാൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന്, മറ്റൊരു സമയത്ത് പറയുന്നു അലി ഖാംനെയി ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതിയിട്ടപ്പോൾ താനാണ് തടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മറ്റൊരു സമയത്ത് പറയുന്നു ഇറാനെ ആക്രമിക്കാൻ ഇപ്പോൾ സമയമായിട്ടില്ല, 2 ആഴ്ചയാകട്ടെ, അതിന് ശേഷം നോക്കാമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ എല്ലാവരെയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഭരണാധികാരിയായ ഡൊണാൾഡ് ട്രംപ് എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നുള്ളത്. നോക്കൂ, ഇറാനെ അമേരിക്ക ആക്രമിച്ചു എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ലോകം ഭീതിയോടുകൂടി തന്നെയാണ് കാണുന്നത്. അതിലൊരു സംശയം വേണ്ട. ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക തങ്ങളുടെ വലിയ ആയുധമായിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഫോർഡോയ്ക്ക് പുറമെ നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളും അമേരിക്ക ആക്രമിച്ചു എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഒരു കനത്ത ആക്രമണത്തിനു പിന്നാലെ തിരിച്ച് US-ന് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്ന് ഇറാനിലെ ഭരണാധികാരിയായ അലി ഖാംനെയി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാന്റെ അതിർത്തി പങ്കിടുന്ന ഇറാഖ്, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്നുള്ള സൂചന കൂടി ഇറാൻ നൽകിയിട്ടുണ്ട്. ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ സൈനിക താവളങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് എന്നുള്ള കാര്യം കൂടി നാം ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ വലിയ സന്തോഷവാനാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാം. ഇറാനിലെ ഈ ആക്രമണം US-ന്റേത് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമായിരുന്നുവെന്നും ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ ജനത ട്രംപിന് നന്ദി പ്രകടിപ്പിക്കുന്നുവെന്നുള്ള വലിയ അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് വേണ്ടി നടത്തിയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിനിടയിൽ മറ്റൊരു രാഷ്ട്രം കൂടി കടന്നു കയറുന്നു. എന്നിട്ട് എതിർപക്ഷത്തുള്ള, അതായത് ഇറാന്റെ ആ ഒരു സ്ഥലങ്ങളിലേക്ക്, അവരുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ ആക്രമിക്കുന്നു. നേരത്തെ ഇറാനും അതോടൊപ്പം ഇസ്രായേലും തമ്മിലുള്ള നേർക്കുനേരെയുള്ള പോരാട്ടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇറാനും മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഇനി കളി മാറാൻ പോകുന്നത്. കളി ചില്ലറ കളിയൊന്നുമായിരിക്കില്ല, കുട്ടിക്കളിയായിരിക്കില്ല. ഒരുപക്ഷെ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഉടൻ എത്തിച്ചേരാൻ സാധ്യതയുള്ള വലിയ ഒരു പോരാട്ടത്തിലേക്കായിരിക്കും ഇത് ചെന്ന് അവസാനിക്കുക. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രവുമായി വളരെയധികം സൗഹൃദബന്ധം സ്ഥാപിക്കുന്ന രാഷ്ട്രങ്ങളാണ് റഷ്യ, നോർത്ത് കൊറിയ, അതോടൊപ്പം ചൈന എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ. ഇറാന് സപ്പോർട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പിന്തുണ നിൽക്കുന്ന ഈ 3 രാഷ്ട്രങ്ങളും അത്ര ചില്ലറ രാഷ്ട്രങ്ങളൊന്നുമല്ല. ആയുധബലത്തിലും സൈനിക ബലത്തിലുമൊക്കെ വലിയ പവറുള്ള രാഷ്ട്രങ്ങളാണ് റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ. ഈ 3 രാഷ്ട്രങ്ങൾ ഇറാന് സപ്പോർട്ടുമായി രംഗത്തെത്തി അവർ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളി മാറും. ഇറാനും റഷ്യയും നോർത്ത് കൊറിയയും ചൈനയും, ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അത് വാണിജ്യപരമായിരുന്നാലും ശരി, മറ്റു ഏത് മേഖലയിലായിരുന്നാലും ശരി, വലിയ രീതിയിലുള്ള സൗഹൃദബന്ധം സ്ഥാപിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ. ഖാംനെയെ തൊട്ടാൽ പണ്ടോറയുടെ പെട്ടു തുറന്നതുപോലെയാകുമെന്നായിരുന്നു ഇസ്രായേലിന് റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുടിൻ നൽകിയ മുന്നറിയിപ്പ്. അതോടൊപ്പം ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ, അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ ശക്തമായി എതിർക്കുകയും
അതോടൊപ്പം പശ്ചിമേഷ്യയെ ബാധിച്ച അർബുദം, അതായത് ക്യാൻസർ എന്ന് പറയുന്ന മാരകമാണ് ഇസ്രായേൽ എന്നായിരുന്നു ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ മറുപടി നൽകിയത്. ഇതോടൊപ്പം ചൈനയും ഇറാനൊപ്പം നിലകൊള്ളുന്ന, ഇറാനൊപ്പം വലിയ സൗഹൃദമെന്ന് സ്ഥാപിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. ഈ 3 രാഷ്ട്രങ്ങളും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള മറുപടി എന്നോണം ഇറാനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കായിരിക്കും നമ്മളെല്ലാവരും സാക്ഷിയാകാൻ പോകുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നിരപരാധികളായ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ യുദ്ധത്തിലൂടെ മരിച്ചു വീഴുന്നതല്ലാതെ യുദ്ധം കൊണ്ട് ഒരു ഗുണം ഈ ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഒക്കെ നമുക്കത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികളുള്ള കാലത്തോളം യുദ്ധങ്ങൾ ഇനി ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നോക്കൂ, യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവനെ അടിച്ചു, ഇവനെ അടിച്ചു, അവിടെ ഇത്ര പേർ മരിച്ചു എന്നൊക്കെ പറയാൻ അത് കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്തേക്കൊരു മിസൈൽ വന്ന് വീഴുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്കൊരു മിസൈൽ വന്ന് വീഴുമ്പോൾ, ആ മിസൈലിൻ്റെ ആക്രമണത്തിൽ 100 കണക്കിന് കിലോമീറ്ററുകളോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങൾ മരണപ്പെടുകയും ചെയ്യുമ്പോൾ, ആ ഒരു സ്ഫോടനത്തിൽ മൃതശരീരങ്ങൾ ഇങ്ങനെ ചിന്നിച്ചിതറുമ്പോൾ, അപ്പോൾ മാത്രമേ ആ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരത അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. നമ്മളത് കാണാത്തിടത്തോളം കാലം, നമ്മൾ അനുഭവിക്കാത്തിടത്തോളം കാലം അത് നമുക്ക് വെറുമൊരു രസം മാത്രമാണ്. നോക്കൂ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്നത് ആ രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള നമ്മളെല്ലാവരും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നോക്കൂ, ലോകത്തിൽ തന്നെ വലിയ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർമൂസ് കടലടുക്ക്. ആ ഹോർമൂസ് കടലടുക്ക് എങ്ങാനും ഇറാൻ അടച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്തു കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഈ ഹോർമൂസ് കടലടുക്ക് എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരവധി കപ്പലുകൾ ഇതുവഴി കടന്നു പോകാറുണ്ട്. ഇറാന്റെ അതിർത്തിയിലുള്ള ഈ ഹോർമൂസ് കടലടുക്ക് എങ്ങാനും ഇറാൻ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എണ്ണയെത്തുകയില്ല. അതുവഴി എണ്ണയ്ക്ക് വില വർദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങൾക്ക് വില കൂടും. പിന്നെ തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം എന്നിങ്ങനെ വലിയൊരു സാഹചര്യത്തിലേക്ക് ലോകം കടന്നുപോകുമെന്നുള്ളതാണ്. ഏതായാലും അമേരിക്കയുടെ ഒരു ആക്രമണത്തിന് ശേഷം വീണ്ടും വലിയ ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇറാനെതിരെ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ മുഴുവനും തുടർച്ചയായിക്കൊണ്ട് സൈറൻ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുവെന്നും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ചുവെന്നും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റുവെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ ഒരു യുദ്ധം മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ലോകത്ത് മുഴുവനും സമാധാനം പുലരട്ടെ. യുദ്ധമാഗ്രഹിക്കുന്ന യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.